എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കുട്ടികളെ, വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുമായി നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഇത്തരം ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോഴും പല പ്രശ്നങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ പ്രതികരണവുമായി ഒക്കെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് പ്രവേശന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഓഗസ്റ്റ് 14-നകത്ത് ഈ ബിടെക് ക്ലാസ്സുകൾ, അതായത് ഈ AICTE പറയുന്ന പോലെ തന്നെ ഈ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു ലക്ഷ്യവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതുതായിട്ട് മനോരമ ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ഇപ്രകാരമാണ്: പ്രവേശന നടപടികൾക്ക് തുടക്കമാകാൻ സാധ്യത ഇന്ന് തന്നെ, അതായത് ഇന്ന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ ഒരു പക്ഷേ സിഇയുമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് വന്നേക്കാം, ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ന് വന്നേക്കാം എന്നൊരു വാർത്തയാണ് മനോരമ ന്യൂസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പങ്കുവച്ചിട്ടുള്ളത്. പ്രവേശന നടപടികൾ ഉടൻ തുടങ്ങുന്നു എന്ന തരത്തിൽ. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇന്നലെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ വൈകി എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നു, രാത്രി തന്നെ വന്നു. അപ്പോൾ അത്തരത്തിലൊരു സർപ്രൈസ് നോട്ടിഫിക്കേഷനോ സർക്കുലറോ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനു മുമ്പ് അങ്ങനെ നടന്നിട്ടുള്ളതുകൊണ്ട് എന്തായാലും പ്രവേശന നടപടികൾ ഇന്ന് തന്നെ അതിന്റെ സർക്കുലർ വരാനുള്ള സാധ്യതയാണ്, ഇന്ന് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ന്യൂസിന്റെ ആ ഒരു ബുള്ളറ്റിൻ പൂർത്തിയാകുന്ന ചെറിയൊരു വാർത്ത യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. സോ ഇതുപോലെ മറ്റ് ഓൺലൈൻ മീഡിയകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിയിൽ നിന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെ നിങ്ങൾക്ക് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാം, അതിന്റെ ബാക്കി റൂളുകൾ എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ അഡ്മിഷൻ ഫേസ് തുടങ്ങാൻ പോവുകയാണ്. കാത്തിരിക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണം.